നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയും ഏതാണ്ട് അരനൂറ്റാണ്ടായി നമ്മൾ എറണാകുളത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട്. അതിനിടയിൽ പല പല ഫ്ലെക്സുകളും പ്രചരണാർത്ഥം വച്ചിട്ടുണ്ട്. ഇത് മുൻപ് ഒരു ഫ്ലെക്സാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, ഒരു വാഹന അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചപ്പോൾ അവർക്ക് പൊതിയാൻ വേണ്ടി തുണി കിട്ടാത്തതുകൊണ്ട് എൻ്റെ 6 അടി പൊക്കമുള്ള ഫ്ലെക്സ് ആയിരുന്നു. അതിൽ നിന്ന് ബ്ലേഡ് കൊണ്ട് പട്ടിക മാറ്റി കട്ട് ചെയ്തെടുത്ത് പൊടിഞ്ഞുകൊണ്ടേ, അല്ലാതെ നശിപ്പിച്ചല്ല. അത് നമുക്ക് അഭിമാനം തോന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ SRM റോഡിലിരിക്കുന്ന ഒരു 50 അടി നീളവും 3 അടി വീതിയുള്ളൊരു ഫ്ലെക്സ്, വലിയ ഫ്ലെക്സ്, ഒരു ചിലവുള്ളതാണല്ലോ, അറിയാമല്ലോ. അതിൽ മൊയ്തീൻ ഷായുടെ ഫോട്ടോ നടക്കുന്നുണ്ട്. ആ ഫോട്ടോ മാത്രം കൃത്യമായിട്ട് ബ്ലേഡ് കൊണ്ട് കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെല്ലു പറഞ്ഞ് ഏതോ സ്ത്രീകൾ സ്വകാര്യതയിൽ കാണാൻ വേണ്ടി വെച്ചാൽ കൊണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഏതായാലും കുബുദ്ധികളാണ് ചെയ്തത്. അതിന് പകരമായിട്ട് നമ്മുടെ ഒരു പ്രചാരകൻ എൻ്റെ ഫോട്ടോ എടുത്ത് ആ സ്ഥലത്ത് തല തിരിച്ചു വച്ചിട്ട് അതിനടിയിൽ പ്രതിഷേധം, ഫോട്ടോ കീറിയതിലുള്ള പ്രതിഷേധം എന്ന് എഴുതുകയും ചെയ്തു. എൻ്റെ പൊന്നെ, ഇന്ന് രാവിലെയാണ് വെച്ചത്. എനിക്ക് അതിൻ്റെ ഫോൺ നമ്പർ അതിലുണ്ടല്ലോ, വിളി ആൾക്കാർ. അപ്പോൾ ആ കുബുദ്ധികളെ ഫോട്ടോ മാറ്റിയത് എന്നെ അറിയാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ മണ്ടന്മാർക്ക് തെറ്റുപറ്റി. ഇപ്പോൾ അതിൻ്റെ 1000 മടങ്ങല്ലേ ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നത്. പോകുന്നവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അഭ്യാസം എൻ്റെ പിള്ളേരോട് വേണ്ടത് ഞാൻ ആദ്യമായിട്ട് പറയാണ്. ശരി, മറ്റൊരു പ്രാദേശിക കാര്യം പറഞ്ഞ് മുൻനിർത്താം, തുടങ്ങാം. മറ്റൊന്നുമില്ല, ഇപ്പോൾ ലിസി ജംഗ്ഷനിൽ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട്. ലിസി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡും എല്ലാം കൂടി മണിമാളിയെ കെട്ടിയിട്ട് പോക്കി 10-15 നിലക്ക് 1 ഇഞ്ച് പോലും വഴിക്ക് വിട്ടു കൊടുത്തിട്ടില്ല. ആ കൺജക്ഷനാണ്. അപ്പോൾ അതിന് നമ്മൾ സ്ഥിരം അതിൽ പോകുമ്പോൾ കണ്ട് പഠിച്ചൊരു കാര്യം, സ്റ്റഡി ചെയ്തിട്ട് പഠിച്ചറിയാം. ഇപ്പോൾ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നത് നേരെ ഹോസ്പിറ്റൽ ഫേസ് ചെയ്താണ്. അത് എതിർ ദിശയിലേക്ക് ഫേസ് ചെയ്ത് ആ വഴിയിൽ നിന്ന് ഒരു 10-200 മീറ്റർ അങ്ങോട്ട് മാറി ഒരു വളവുണ്ട്. അവിടെ കുറച്ച് വീതിയുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 50% ഓട്ടോറിക്ഷ അല്ല അങ്ങോട്ട് പോകാം, തിരിയാതെ അങ്ങോട്ട് നേരെ പോകാം. ഇത് ഇങ്ങോട്ടാകുമ്പോൾ എങ്ങോട്ട് പോകണമെങ്കിൽ തിരിഞ്ഞു പോകണം. അത് ഒഴിവാക്കാം. പിന്നെ തിരക്ക് മാറി കിട്ടും എന്നുള്ള ഒരു നിർദ്ദേശം പോലീസോട് ഇപ്പോൾ നമ്മളതിനെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു 3 മാസം മുൻപാണ് പോലീസ് പിന്നെ ട്രാഫിക് കമ്മീഷണറെ അറിയിച്ച കാര്യമുണ്ട്. ഈ നോർത്ത് പാലത്തിൽ നിന്ന് വാഹനം കയറി വരികയും അതേ സമയത്ത് തന്നെ SR റോഡിൽ നിന്ന് വന്ന് കയറി ചെയ്യുമ്പോൾ ബ്ലോക്കാവും. അത് ഒഴിവാക്കാൻ വേണ്ടി SR റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു 500 മീറ്റർ അപ്പുറത്ത് വെച്ച് ശാസ്ത്ര ടെമ്പിൾ റോഡ് തിരിച്ചു വിട്ടിട്ട് അത് നേരെ മണപ്പാട്ടി പറമ്പ് സിഗിൽ വന്ന് ഹൈവേയിലേക്ക് കടന്നു പോകാം. അങ്ങ് നിർദ്ദേശം വന്ന് കമ്മീഷണർ പറഞ്ഞ് അത് പോളിസി മാറ്റാണ്ട് അടുത്ത കമ്മിറ്റിയിൽ വയ്ക്കണം, ജില്ലാ വികസന കമ്മിറ്റിയിൽ വയ്ക്കണമെന്ന്. അങ്ങനെ കമ്മിറ്റി കൂടി 4 ദിവസം കഴിഞ്ഞു. വച്ചോലും അറിയില്ല. അതെ, അതും കൂടി ഇതിനോടൊപ്പം പറഞ്ഞത്. ഇതിനും പുറമെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് നിർത്താം. ഇപ്പം ലിസി ജംഗ്ഷനിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ലിസി ജംഗ്ഷനിൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഇങ്ങോട്ട് പോകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു. അതിന് ഹോസ്പിറ്റലിൽ നിന്നും അതേ വഴിക്ക് തന്നെ കയറി വരാണ്. അതിന് ഞങ്ങൾ ഒരു പരിഹാരം പറഞ്ഞത്, ഹൈവേയിൽ നിന്ന് മാത്രം ലിസി ഭാഗത്തേക്ക് ഓപ്പൺ കൊടുക്കുക, എന്നിട്ട് ഏത് ദിശയിലേക്ക് അത് 1 വേ ആക്കുക, ക്ലോസ് ചെയ്യുക. പറിച്ച് അവിടെ ഒരു കാസിം ലൈൻ റോഡുണ്ട്. ഒരു 500-600 മീറ്റർ ആകെയുള്ള റോഡ്. ആ കാസിം ലൈൻ വഴി തിരിച്ചു വിട്ടിട്ട് നേരെ ഹൈവേയിലേക്ക് കയറാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോ പ്രവേശം പാടില്ല. അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ലിസി ജംഗ്ഷനിലെ ലിസി പാലത്തിലെ തിരക്ക് മാറുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. ബഹുമാന്യരെ, ഇന്ന് ഒരു ഇസ്ലാമിക കാര്യം പറയേണ്ട കാര്യമില്ല. എന്നാലും ഒരു മുസ്ലിയാർ, സമസ്തയുടെ ആളാന്ന് തോന്നുന്നു, മുസ്ലിയാർ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞത്, ലൈംഗിക വേഴ്ച ചെയ്യുമ്പോൾ ഈ സെമൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വലിയുള്ളായോ അല്ലെങ്കിൽ മുഹദി ഷേഖ് ഞങ്ങളുടെ മഹാന്മാരെ മനസ്സ് വിചാരിച്ചാൽ ആ കുട്ടിക്ക് അവരുടെ ഒരു ശക്തി കിട്ടുമെന്നോ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അതുപോലെ കഴിവുണ്ടാവുമെന്ന് പറഞ്ഞ്. മുസ്ലിയാരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനിപ്പോൾ അത്ര മതപണ്ഡിതനൊന്നുമല്ല. മനസ്സുകൊണ്ട് പോലും വ്യഭിചരിക്കാൻ പാടില്ല എന്നാണല്ലോ ഇസ്ലാം പറയുന്നത്.
അപ്പോൾ ലൈംഗിക സമയത്ത് ഒരാൾ മനസ്സിൽ ധരിച്ചാൽ അത് മനസ്സുകൊണ്ട് വ്യഭിചിക്ക് തുല്യമാകുമോ എന്ന് അറിവുള്ളവർ പറഞ്ഞാൽ കൊള്ളാം. ഇവിടെ വേറൊരു വശമുണ്ട്. ആ മുസ്ലിയാർ പറഞ്ഞ അതേ മതത്തിൽ മറ്റൊരു വശമുണ്ട്, പ്രവാചകൻ പറഞ്ഞത്. അതെന്നറിയോ? നിങ്ങൾ മുഖം നോക്കി പിതാവ് നിശ്ചയിക്കുന്നത്. എല്ലാവരും മുഖം നോക്കി നിന്നെ അച്ഛനെ പോലെ ഇരിക്കുക, അച്ഛനെ പോലെ ഇരിക്കണം നീ എന്ന് പറഞ്ഞത്. അത് പ്രവാചകൻ എന്തൊരു പറഞ്ഞൊരു ഒരു വിദ്യാഭ്യാസമില്ലാത്ത വെറും നിരക്ഷര കുക്ഷിയായ ആട്ടിടനായ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞതാണ് 1500 വർഷം മുമ്പ്. നിങ്ങൾ മുഖം നോക്കി പിതാവ് നിശ്ചയിക്കരുത്. പിതാമഹന്മാർ, പൂർവികന്മാർ, അവരെയൊക്കെ പാരമ്പര്യപര ഹെറിഡിറ്റി. ഒരു വ്യക്തിയുടെ വികാസത്തിൽ 2 കാര്യം: ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് സാഹചര്യം നമുക്ക് മാറ്റിയെടുക്കാം. ഹെറിഡിറ്റി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആ ഹെറിഡിറ്റി പാരമ്പര്യം നോക്കുമ്പോൾ 5, 10, 50, 100 വർഷം മുമ്പ് ജനിച്ച ഏത് നമ്മുടെ ബന്ധുവായിരിക്കും, അയൽക്കത്ത് വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ മറ്റു ബന്ധുവിന് പോലെ. ഉദാഹരണം പറഞ്ഞാൽ അനിയൻ്റെ അല്ലെങ്കിൽ ചേട്ടൻ്റെ അല്ലെങ്കിൽ മൂത്താപ്പട മോൻ്റെ ഒക്കെ ചിലപ്പോൾ മുഖച്ചായ വന്നേക്കാം. അതിനർത്ഥം ആ സ്ത്രീ അവരുടെ കൂടെ കിടന്നല്ല. അതാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ മുഖം നോക്കി നിശ്ചയിക്കരുത്. അത് പ്രവിധ മഹാന്മാരിൽപ്പെട്ടാണെങ്കിൽ ആ പാരമ്പര്യം അവർ പ്രവിധ മഹാന്മാർക്ക് അതിൽ പൂർവികർക്ക് ഉണ്ടായിക്കണം. അത് ചിലപ്പോൾ ഈ ആൾക്ക് കിട്ടിക്കണം. അതിനർത്ഥം അവർ കൂടെ കിടന്നല്ല. അപ്പോൾ ഇതാണ് മനഃശാസ്ത്രം പറയുന്നത് തന്നെയാണ്. പ്രവാചകൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ മനഃശാസ്ത്രം. ഇപ്പം ഫ്രോയിഡ് പറ്റ പറയുന്നതാണ് ഈ മുഖം നോക്കി അച്ഛൻ നിശ്ചയിക്കുന്നത്. എൻ്റെ പൊന്ന് മൗലവി, ഓപ്പണായിട്ട് നിങ്ങൾ പള്ളിമുറ്റത്ത് പോയി എന്തും പ്രസംഗിച്ചോ, പക്ഷെ ഓപ്പണായിട്ട് ചാനലിൽ പറയുമ്പോഴേ ആളാകെ നോക്കുമ്പോഴേ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയണം. ഈ ഒലിവുള്ളയുടെ കാര്യമൊക്കെ പറയുമ്പോഴേ നമ്മുടെ കാന്തപുരമൊക്കെ പറയുന്നത് കേട്ട എൻ്റെ പൊന്നെ എന്താ ഒരു ഞാൻ ഈ ദൈവങ്ങളോടൊക്കെ പറഞ്ഞല്ലോ, 1 രൂപ തൊട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. 1 രൂപ തൊട്ട് അത് ആ ദൈവങ്ങൾക്ക് 1 ഇഞ്ച് ഒന്ന് അനക്കും, അത് പൊക്കിയാൽ മതി, മാറ്റണ്ട. അത് പൊക്കാൻ പറ്റുമെങ്കിൽ പറയുന്ന സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരും ചെയ്യാൻ നടക്കില്ല. മറിച്ച് ദൈവത്തിൽ അഗാധമായി വിശ്വാസമുള്ള മനസ്സുദ്ധമായ ഒരാൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കൊടുക്കപ്പെട്ട സ്വരയിൽ റബ്ബേ എന്ന് നിശ്ചയിച്ചാൽ അത് മാറിക്കിട്ടും. അത് പ്രഥമദൃഷ്ടിയല്ല കാണുന്നത്. അതിന് അവൻ പറഞ്ഞു നടക്കല്ല ഞാൻ വലിയ ആളാന്ന്. അവനാരും അറിയില്ല, പക്ഷെ അവൻ്റെ മനസ്സും അവനും അള്ളാഹു അറിയുന്നുണ്ട്. അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അങ്ങനെ വലിയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അല്ല, ആ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും സതീശൻ്റെ കാര്യം പറഞ്ഞാൽ, ഈ VD സതീഷ് സംബന്ധിച്ച് എനിക്ക് യാതൊരു പിണക്കവും ഇല്ല, എനിക്ക് ഒരു ശത്രുവല്ല, ഒന്നുമല്ല. ഞാനൊരു നേതാവ് കണക്കാക്കുന്ന കഴിവുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ നിലാവില്ലെന്ന് കരുതി നേരെ വെളുക്കോളും കക്കരുന്നുണ്ട്, മനസ്സിലാവണം. അതുപോലെ ഞാനാണ് എല്ലാം, എനിക്ക് ശേഷം ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് നിൽക്കണം എന്നുള്ള അഹങ്കാരവും ധിക്കാരും. അതായത് പിണറായി സഖാവും ഏതാണ്ട് സതീഷ് ഒരേപോലെ ധിക്കാരികൾ അഹങ്കാരികളാണ്. അത് രമേശ് ചെന്നിത്തല പല പോരായികണ്ട്, എങ്കിലും അഹങ്കാരമില്ല, ധിക്കാരമില്ല. അദ്ദേഹത്തിന് ആകെ പറ്റിയ തെറ്റ്, അത് 9% നായർ വിഭാഗത്തിൽ 3 മാത്രമാണ് NSS ഉള്ളു. അതിൽ 3 മാത്രമാണ് സുകുമാരൻ നായർ ആളുള്ളൂ. എന്നുവെച്ചാൽ 9 നായരിൽ 1 നായർ സുകുമാരൻ ഉള്ളൂ. ആ ആളെ കൂടെ റെക്കമെൻഡ് ചെയ്യിച്ച് ആഭ്യന്തരമന്ത്രി സ്ഥാനം വാങ്ങിച്ച് ഭീഷണിപ്പെടുത്തി. അത് മാത്രം തെറ്റുള്ളൂ, വേറെ ഒരു തെറ്റുമില്ല. എങ്കിലും അദ്ദേഹത്തിനെ നമ്മൾ പിന്നെയും കഴിച്ചുവിട്ടാം. എന്താണ് സതീശൻ അതിനെ പറ്റി വീക്ഷതയോ? സതീശൻ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, RS വിരോധം പറഞ്ഞ്, പിണറായി വിരോധം പറഞ്ഞ് ഇറങ്ങി വന്ന അൻവറിനെ, ഞാൻ അൻവറിനെ ഇതുവരെ നേരിട്ട് കണ്ടില്ല കേട്ടോ. അൻവറിനെ കൂടി സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പരിപാടി ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ളൂ. എൻ്റെ പരിപാടി പുള്ളികൾ കേൾക്കുന്നുണ്ട്, കാരണം ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ കിട്ടുക. അദ്ദേഹം പല തെറ്റുണ്ടെങ്കിൽ പോലും ഈ 2 മെയിൻ കാരണമുള്ളതിൻ്റെ പേരിൽ ഈ VD സതീശന് അത് UDF അത് ചേർക്കായിരുന്നു. അത് ചേർക്കാത്തതിന് കേരളത്തെ പല കോൺഗ്രസ്സുകാർക്ക് കേന്ദ്ര നേതൃത്വം പോലും എതിർപ്പുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും പറഞ്ഞില്ല എന്നുള്ളൂ. ഇപ്പം കിട്ടിയില്ലേ അടി, തുല്യമില്ല. ഇപ്പം എല്ലാവരും പറഞ്ഞത് പിണറായിയുടെ കൂടെ പോകുന്ന പറഞ്ഞാൽ പോയാലും അല്പം പെടാനില്ല. കാരണം അദ്ദേഹം ഒരു പക്വത വന്ന അല്ലെങ്കിൽ ഒരാളല്ല. അല്ലെങ്കിൽ അവിടെ സെൻറ്റ് നിത്ത സ്കൂളിൽ ആ മുസ്ലിം കുട്ടികൾക്ക് എതിരായിട്ട്, മുസ്ലിം സമുദായത്തോട് എതിരായിട്ട് പറയുമോ? അപ്പോൾ ബുദ്ധിമോശമുണ്ട്, പണ്ടത്തിലുണ്ട്. ഇനി മുസ്ലിം സമുദായത്തോട് കാര്യം പറയാം. എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷാ പറയുന്നത്, നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ കൊണ്ടല്ലാതെ മറ്റാർക്കും സാധിക്കില്ല, മറ്റാരും വിചാരിച്ചാൽ നിങ്ങൾ നശിപ്പിക്കാനും പറ്റില്ല, നിങ്ങൾ വിചാരിച്ച് നശിക്കാം. അത് നമ്മുടെ ഇരുമ്പൻ സൃഷ്ടിച്ചപ്പോൾ മരം പരാതി പറഞ്ഞു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്, എടോ നിങ്ങൾ നശിപ്പിക്കാൻ നിങ്ങൾ തന്നെ വരുന്നത്. അപ്പോൾ ഏത് ഇരുമ്പിൻ്റെ ആയുധം ഉണ്ടെങ്കിലും കൈ എന്നാണ് മരമാണ്. ഇപ്പോഴില്ല, പണ്ട്. ഇപ്പോൾ എല്ലാം ഇരുമ്പിനാണല്ലോ. അതുപോലെ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കണേ അവർ തന്നെ ശ്രമിക്കണം, അല്ല മറ്റാരും അത് നടക്കില്ല. ഞാൻ കേരളത്തിലെ കാര്യം എല്ലാ സമയത്തും രാഷ്ട്രീയ വോട്ടിൻ്റെ ഒരു പാറ്റേൺ നോക്കാം.
ശ്രദ്ധിച്ച് കേൾക്കണം മുസ്ലിം സമുദായത്തിലെ യുവാക്കൾ, മറ്റുള്ളവരും. ഇപ്പം സതീശൻ 6, 8 നായർ വിഭാഗത്തിൽപ്പെട്ട് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ 6 പേര് വന്ന് പിന്നെ 3 പേര് വന്ന് ഇപ്പം 2 പേര് നിൽക്കണം. ആകട്ടെ, അവർ മുഖ്യമന്ത്രി നമുക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്ക് ജന്മന അവർ അധികാരവും അല്ലെങ്കിൽ പതിവുള്ളവരാണ്. നടക്കട്ടെ. ഈ വോട്ടിംഗ് പാറ്റേൺ, ആധിപത്യത്തിൽ ഒരു വോട്ടല്ലേ ഉള്ളൂ സാർ. എനിക്ക് മൊയ്തീൻ ഷാക്ക്, വി ഡി സതീശന് ഒരൊറ്റ വോട്ടുള്ളൂ. ഉമ്മൻചാണ്ടിൻ്റെ മകന് ഒറ്റ വോട്ടുള്ളൂ. അങ്ങനെ ഒരു വോട്ടുള്ള പ്രാധാന്യമുള്ളത്. നമ്മൾ ആ വോട്ടിംഗ് പാറ്റേൺ ഈ കുഞ്ഞാക്കായിട്ടും സതീശോടും അവരെ പോലെ പറയണം. 7 വിഭാഗമാണ് മെയിനായിട്ട് എടുക്കുന്നത്. എടുത്തു നോക്കാം. 7 വിഭാഗം ഏതാണ്? ഇന്നലെ ദേശീയ രാഷ്ട്രീയത്തിലെ ജനസംഖ്യയുടെ കണക്ക് പറഞ്ഞ് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയം എടുത്ത് പറയുകയാണ് 23%. ആകെ 25 ഉണ്ടായത്, ഇപ്പോൾ 21 കുറഞ്ഞു, പൊതുവെ കുറഞ്ഞു. ആ 23% ഈ മുസ്ലിം സമുദായത്തിലെ യുവാക്കളും ചിന്തകന്മാരും മറ്റ് ഇതര സമുദായത്തിലെ ബുദ്ധിജീവികളും മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാക്കാൻ അവരെ ഉപദേശിക്കാൻ ഞാൻ ആളല്ലല്ലോ. 21% വോട്ടുള്ള അല്ലെങ്കിൽ ശതമാനം ജനസംഖ്യയുള്ള 7 വിഭാഗത്തിന് 80% വോട്ടും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെയും LDFനായിരുന്നു കേരളത്തിൽ. അതിൽ മുൻകാലത്ത് കെ വിശ്വനാഥനും പിന്നെ ശങ്കറും ഒക്കെ ഉള്ളപ്പോൾ ചിലച്ച് മാറ്റം വന്നിട്ടുണ്ടാകും. അത് ശേഷം മാറിയിട്ട് 57 EMS വേണം മുതൽ അല്ലെങ്കിൽ 67 മുതൽ ഇങ്ങോട്ട് മാറിയിട്ട് 21% വോട്ടുള്ള 80% LDFനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ല, ഒറ്റ ചില ആൾക്കാരെ ചില വ്യക്തിപരമായിട്ട് വേലും ബാധല്ലാതെ ഇന്നത് 90% LDF ചെയ്യും. കാരണം പിണറായി സഖാവ് വീണ്ടും മുഖ്യമന്ത്രിയാകും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശമൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ മറ്റു പല അനുകൂലങ്ങളുമുണ്ട്. സംഘപരിവാറൊക്കെ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ഉള്ളിൽ ശ്രമിക്കുന്നുണ്ട്. BJP വോട്ട് കുറഞ്ഞാലും LDF ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് 90% ഈഴ് വോട്ട് ചെയ്യും. ബാക്കി 90% കഴിഞ്ഞ് ബാക്കി എത്രയുണ്ട്? 23 ആകെ ഉള്ളത്. അതിൽ 90% പോയി എത്രയുണ്ട്? 9-20 പോയി 3 അല്ലെങ്കിൽ 3% ഉള്ളൂ. ഈ 3% വോട്ട് ചെയ്ത് വേണം BJPക്ക്, പകുതി BJPക്കും പകുതി കോൺഗ്രസിനും UDFനും എന്ന് പറഞ്ഞാൽ ലളിതമായി കണക്ക് പറഞ്ഞാൽ 100 ഈഴവൻ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു ഈഴവനാണ് UDFന് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ അടൂർ പ്രകാശൊക്കെ ശരിക്കും കേൾക്കണം. നിങ്ങൾ മുഖ്യമന്ത്രി ശ്രമിക്കുന്ന ആളാണല്ലോ, ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ 23% വോട്ടുള്ള 7 വിഭാഗത്തിൽ നിന്ന് UDFന് കിട്ടുന്നത് വെറും 100 വോട്ട് എന്ന് ചെയ്യുമ്പോൾ 1 വോട്ടാണ് കിട്ടുന്നത്. സതീശൻ മനസ്സിലാക്കണം, UDF മനസ്സിലാക്കണം, അടൂർ പ്രകാശ് മനസ്സിലാക്കണം. ഇനി നായർ സമുദായം എടുക്കാം. വെട്ടിക്കൂട്ട് 12% കിട്ടാൻ ഇപ്പോൾ 9%. 18 കാര്യം എന്നാണ് പറഞ്ഞത്. അതൊക്കെ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ. 9% ഔദ്യോഗിക കണക്ക്. ആ 9% ഉള്ളതിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെയാണ് 50% വോട്ട് പോയിരിക്കുന്നത് സംഘപരിവാർ നയിക്കുന്ന BJPക്കാണ്. സംഘപരിവാർ ഇവിടെ വോട്ട് ആവശ്യമില്ലല്ലോ, BJPക്ക് വോട്ട്. സംഘപരിവാർ BJPക്കാണ്. അത് ഇത്തവണ ഒരു 75% BJP കൊടുക്കരുത്. പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം വന്നത് ഞങ്ങൾ പറഞ്ഞ ഒരു 3-4 മാസം പറഞ്ഞ ചെറിയ മാറ്റം വന്ന് ഇപ്പോൾ സുകുമാരൻ നായർ ഏതാണ്ട് LDFന് അനുകൂലം നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ വ്യത്യാസം വരും. ഒരു 70% പോകും. 70% പോയാൽ ബാക്കി എത്ര? 30%. 30%-നും 9% അല്ലെങ്കിൽ എത്ര വരും? അപ്പോഴും അവരും ഏതാണ്ട് 100 നായർ ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു നായർ വോട്ടാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് കിട്ടുന്നത്. ആ 100 വോട്ട് ഒരു വോട്ട് കിട്ടുന്ന നായർ വിഭാഗത്തിൽപ്പെടാണ് 8ഓളം പേര് മുഖ്യമന്ത്രിയായിട്ട് കുപ്പായിട്ട് നടക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണത്! 1000 മാത്രം മുഖ്യമന്ത്രിയാകൂ, ആകാൻ പാടുള്ളതൊരു ഒരു എഴുതപ്പെട്ട നിയമം പോലെയാണ്. നമുക്ക് അവരോടൊന്നും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമില്ല. പക്ഷേ അന്ധമായി പിന്നെ ഒരു പൂജയില്ല. അന്ധമായിട്ട് നമ്മൾ പൂജിക്കുന്നില്ല, അന്ധമായിട്ട് എതിർക്കുന്നില്ല. സത്യമുള്ളവരാണ്. 100 നായർ ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു നായർ വോട്ടാണ് കിട്ടുന്നതെങ്കിൽ അവരിലാണ് 8 പേര് മുഖ്യമന്ത്രി സ്ഥാനത്ത് ശ്രമിക്കുന്നത്. മാത്രമല്ല അവരുടെ അവകാശികൾ ആര് പറയുമ്പോഴും നായർ വിഭാഗം ഇത് 8 പേരും. അത് കോൺഗ്രസ്സുകാരും പറയും, ലീഗുകാരും പറയും, എല്ലാ കള്ളന്മാരും പറയും. എന്തടിസ്ഥാനത്തിലൂടെ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നത് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? ഇനി ദളിതിനെടുത്ത് നോക്കാം. കണക്കാണ് ഉദ്ധരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കും. വെറുതെ ഞഞ്ഞാമിഞ്ഞ പറയരുത്. ഇത് 4 കോൺഗ്രസ്സിൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ തങ്ങൾ പറയുന്ന ആളുമല്ല. ദളിതുകളാകെ 10%. 12% ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞ് 10%. ദളിത് ട്രൈബ് ആൻഡ് പിന്നെ കാസ്റ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അങ്ങനെ വരുമ്പോൾ 10% അതിൽ ഏതാണ്ട് ഒരു 65% മിനിമം LDFനാണ്.
ബാക്കി 30% ഉള്ളു. അതും ഏതാണ്ട് 100 ദളിത് നോട്ടിയപ്പോൾ ഒരു ദളിതാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് കിട്ടുന്നത്. കണക്ക് വ്യക്തമാണ്. നിങ്ങൾ പിന്നീട് പോയി സ്റ്റഡി ചെയ്തോ, കടലാസ് പേരെടുത്ത് സ്റ്റഡി ചെയ്തോ, കമ്പ്യൂട്ടർ എടുത്തോ. പിന്നെ പ്രധാനമായിട്ടുള്ളത് ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയുടെ 18% അത് കുറഞ്ഞ് ചോദിച്ചപ്പോൾ 15%, അല്ല 5% കൺവേർട്ട് ക്രിസ്ത്യാനി. വേണ്ട 15 കൂട്ടിക്കും. കൺവേർട്ട് ക്രിസ്ത്യനൊന്നുമില്ല, അവർക്ക് അങ്ങനെ പ്രത്യേക പോളിസിയൊന്നുമില്ല. 15% അത് ഒരു 3%, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2%, BJPക്ക് അത് ഏറ്റവും കൂടുതൽ പോയൊന്നുമില്ല, അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ ഒരു 10%. അപ്പോൾ 100 ക്രിസ്ത്യാനി വോട്ട് ചെയ്താൽ 10 വോട്ട് വരെ പ്രതീക്ഷ. 10 കിട്ടില്ല 8 കിട്ടുള്ളൂ. കാരണം ഈ ദളിത് 5% എല്ലാവരും കോൺഗ്രസ് ചെയ്യുന്നവരില്ല. ഏതാണ്ട് 100 പേര് വോട്ട് ചെയ്യുമ്പോൾ ഒരു 8 പേര് കിട്ടും. അത് മറ്റുള്ള അപേക്ഷിച്ച് വലിയ അളവാണ്. പിന്നെ ധീവരന്മാർ അങ്ങനെയുള്ള ഐറ്റം അത് ആശാരി മോശം ചെന്നിട്ട് ഒരു 3%. അത് ഏതാണ്ട് തുല്യമായിട്ട് പോകും, ഓരോന്നും വെച്ച് കിട്ടും. ബാക്കിയുള്ള വോട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ മുസ്ലിം സമുദായത്തെ ചിന്തകരോടും ചെറുപ്പക്കാരോടും യുവാക്കളോടും പറയാണ്, നിങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ട് നിങ്ങൾക്ക് അഹങ്കരിക്കരുത്, പക്ഷെ നിങ്ങൾക്ക് ശക്തി എന്ന് ഞാൻ പറയാൻ കാരണസഹിതം പറയണം. നമ്മളല്ലേ ഒരു മരത്തിൻ്റെ കൊമ്പ് മാങ്ങ കൂടിയാൽ താഴാണ്, അല്ല പൊങ്ങല്ല. അതിനർത്ഥം അറിവും കഴിവും വിദ്യാഭ്യാസം കൂടി നമ്മൾ കൂടുതൽ വിനയാന്വിതനായിരിക്കണം, എളിമയുള്ളതിനായിരിക്കണം. നമ്മൾ വിവേകത്തിന് കീഴണം, വികാരത്തിന് കീഴ്പ്പെടരുത്, ആവേശം തീർച്ചയായിട്ടും പാടില്ല. അങ്ങനെ നിന്നുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ അവരുടെ വോട്ട് ചെയ്താൽ ഏതാണ്ട് 40% ഉണ്ടെന്നാണ് ആ സംഘപരിവാർ പറഞ്ഞത്. വേണ്ട ഒരു 35 കൂട്ടിക്കും, പെറ്റുപെരുകുന്ന പോലെ 30% കൂട്ടിക്കും. 30%-ൽ ഒരു 25 ലക്ഷം പേരാണ്. അതായത് 30% എന്ന് പറയുമ്പോൾ 1,40,40,000 പേരുണ്ട്. ആ 1,40,00,000-ൽ ഒരു 25 ലക്ഷം റൗണ്ട് പോയിട്ട്, അത്രയുള്ള 23 സംതിങ് ഉള്ളൂ. 25 ലക്ഷം ലീഗ് അനുഭാവികളുണ്ട്. ബാക്കി 1,15,00,000 പുറത്ത് നിൽക്കണം. അതിൽ പണ്ട് കാലത്ത് 10% ഒരു 15 ലക്ഷത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു, അതിൽ 14 ലക്ഷത്തോളം. ഇപ്പം അത് പോയിട്ട് 3 ലക്ഷമായിട്ട് കുറഞ്ഞ് 3%. അപ്പോൾ ഏതാണ്ട് 14-42 5 ലക്ഷം കിട്ടുള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ 25-ഉം കമ്മ്യൂണിസ്റ്റ് 5-ഉം 1,10,00,000 മുസ്ലിങ്ങൾ ഔട്ടിലാണ്, പുറത്താണ്. അവർ നല്ല ശതമാനം കോൺഗ്രസ് അനുഭാവികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺഗ്രസ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിയാണ് കേരളത്തിൽ കരുണാകരൻ ഉൾപ്പെടെ PK വാസുദേവൻ നായർ ഉൾപ്പെടെ എല്ലാ മുഖ്യമന്ത്രിമാരും ഭരിച്ചത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നു, പണ്ട് കാൻഷറാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട, ഞങ്ങൾക്ക് വോട്ടിൽ ഞങ്ങൾ തന്നെ ഭരിക്കും. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം. അത് തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾ മുസ്ലിം ലീഗ് എടുത്ത് ഞഞ്ഞാമിഞ്ഞ പേടിപ്പിച്ച് നിർത്താം, മറ്റൊരു കോൺഗ്രസ്സുകാർ പേടിച്ചു. മൊയ്തീൻ ഷാ നയിക്കുന്ന ഗ്രൂപ്പിനെ ആ പ്രസ്ഥാനത്തെ പേടിച്ച് നിർത്താൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ പുറകിൽ ഒരുക്ക് മുഷ്ടികളായ വിദ്യാഭ്യാസമുള്ള എല്ലാ നിലക്കും പക്വതയും സമ്പത്തുപോലുള്ള വിവരങ്ങളാണ്. അവർ മനുഷ്യന് മാത്രം പ്രതീക്ഷ വർഗ്ഗമാണ്. നിങ്ങൾ കാര്യം മനസ്സിലാവും, അവർ മനുഷ്യതാകുമ്പോൾ മാത്രം ജാതി മതം ഒന്നും നോക്കില്ല. അവിടെ RSS ആയിട്ട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അനുയായികളൊക്കെ ഉണ്ട്. പക്ഷെ അവർ നീതിക്ക് വേണ്ടി നിൽക്കുന്നത്, വോയിസ് ഓഫ് ജസ്റ്റിസ്. ആ വോട്ടാണ് ഇപ്പോഴും UDF-നെ ഭരണത്തിൽ എത്തിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 2 ടേം വരെ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? എന്ത് പറ്റി UDF പോകാൻ കാരണം? അപ്പോൾ മുല്ലപ്പള്ളി പറയുന്നു അത് അമ്പലത്തിൻ്റെ ഗുണമുണ്ടാകും. ആണ് 19 സീറ്റ് കിട്ടിയപ്പോൾ മുല്ലപ്പള്ളി പറഞ്ഞ് അത് ശബരിമലയുടെ കഴിവുകൊണ്ടും മുല്ലപ്പള്ളി ഇപ്പോൾ APC പ്രസിഡന്റ് ആയത് ഞങ്ങളുടെയും കഴിവുണ്ടാകും. സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ ആ ശബരിമല ഇപ്പോഴും അവിടെ ഇല്ലേ? നമ്മൾ ശബരിമലയെ ബഹുമാനിക്കുന്നു, കാരണം അത് ആരാധനയാണ്. നമുക്ക് യാതൊരു അപാകത ഇഷ്ടപ്പെടുക ഒന്നുമില്ല. അവരുടെ വിശ്വാസം പോലെ അവർ മുന്നോട്ട് പോട്ടെ, ഒരു തെറ്റോ കാര്യമില്ല. പക്ഷേ അതിപ്പോഴും ഉണ്ടല്ലോ അവിടെ. പണ്ടുണ്ടായിരുന്ന അയ്യപ്പൻ ഇപ്പോഴും ഉണ്ട് അവിടെ, അയ്യപ്പ ഭഗവാൻ ഇപ്പോഴും ഉണ്ട്. മുല്ലപ്പള്ളി അത് മാറിയുള്ളൂ. എന്നിട്ട് ഈ 2 അസംബ്ലി 2 പഞ്ചായത്തിലും UDF-ന് വോട്ട് കിട്ടായിരുന്നത്. അപ്പോൾ അവിടെ എല്ലാ വോട്ട് കിടന്നത് ഈ മുസ്ലിങ്ങളുടെ വോട്ടിൽ ഒരു 2% വോട്ട് LDF-ലേക്ക് പോയി. എന്തുകൊണ്ട്? അതാണ് 10,000 പേര് പോലും സംസാരിക്കാത്തൊരു ഭാഷയാണ് സംസ്കൃതം കേരളത്തിൽ. അതിനുവേണ്ടി ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീറും ലീഗും ഒക്കെ കൂടി വളരെ ആവേശപൂർവ്വം കാലടിയിൽ പാഠം നിർത്തി കർണാടകത്തിൽ സംസ്കൃത കോളേജ് സർവകലാശാല തുടങ്ങി. ഒരു തെറ്റുമില്ല, ഏത് ഭാഷ ആര് പഠിക്കും നല്ലതാണ്. അവിടെ സംസ്കൃത സർവകലാശാല അവിടെ തുടങ്ങിയതിൽ യാതൊരു തെറ്റും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അഭിമാനിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം ലീഗിനെ. പക്ഷേ 200 കോടിയോളം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഉണ്ടോ അറബി? ആ അറബി സർവകലാശാല നിങ്ങൾ എന്തുകൊണ്ട്
മലബാറിൽ തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ സച്ചാർ കമ്മിറ്റി പറയുകയും പാലടി കമ്മിറ്റി നിർദ്ദേശിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് ഈ ഉമ്മൻചാണ്ടിയും മാണിയും മറ്റ് അന്ന് ചീഫ് സെക്രട്ടറിയെ കോട്ടയത്തര അച്ചായനും 10 പൈസ അനുവദിച്ചില്ല. മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികളും രാഷ്ട്രീയമായിട്ട് അത്ര ഇല്ലാത്തവരും ആയിരക്കണക്കിന് 10,000 ആൾക്കാർ 4 പ്രാവശ്യം തിരുവനന്തപുരം സെക്രട്ടറി മുമ്പിൽ ധർണ നടത്തി സമരം നടത്തിയില്ലടോ ഉമ്മൻചാണ്ടി. അത് സതീഷ് അത്ര എങ്ങത്തില്ല. ഉമ്മൻചാണ്ടി പിന്നെ ചെന്നിത്തല ഉമ്മൻചാണ്ടി കണ്ട് മാണിയൊക്കെ അവർ മരിച്ചുപോയില്ലോ. ഒരു വാക്ക് നിങ്ങൾ ചോദിച്ചോ? 1,10,00,000 1,40,00,000 ഉള്ള 40 ലക്ഷത്തോളം മുസ്ലിങ്ങളുടെ കേരളത്തിൽ അവരെ വോട്ട് വാങ്ങിക്കണം ഞങ്ങൾ ഇത്രയും കാലം ഞണ്ണി തിന്നത് അല്ലെങ്കിൽ ഈ അഴിമതി കോടിക്കണക്കിന് ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ എല്ലാ കോൺഗ്രസ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയത് എത്ര ഉണ്ടെന്ന് അവർക്കും അറിയും. ഈ വിളിയെക്കുറിച്ച് പറയണേ എത്ര രൂപ ഉണ്ടാക്കിയെന്ന് അവർക്കും അറിയില്ല. അത്ര കണ്ട് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവർ മാത്രമല്ല എല്ലാ ഭരണ കൈകിട്ടും ആയിട്ടുണ്ട്. ഒരു വാർഡ് മെമ്പർ പോലും മുകളിൽ കിട്ടും എല്ലാവരും കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആൾക്കാർ വന്ന് അവിടെ ഇത്ര 4 പ്രാവശ്യം സമരം നടത്തിയിട്ട് ഒരു വാക്ക് രമേശെ നിങ്ങൾ ചോദിച്ചോ? ഉമ്മൻചാണ്ടി സാറിനും മാണി സാറിനും ബാധിച്ചിട്ട് കല രണ്ടുപേരും മരിച്ചുപോയി. കാലി അഭിനയിക്കുള്ളുമാക്കി അവർ കൂടിയാണ് ഈ ഭരണം LDF ഏൽപ്പിച്ചു പോയത്. മാണി സാറും ഉണ്ടായാൽ ഉത്തരവാദി മറ്റേ ഉമ്മൻചാണ്ടിയുണ്ട്. അപ്പോൾ ചെയ്തില്ല. ഇനി കുഞ്ഞാക്ക ചോദിച്ചോ? കുഞ്ഞാക്ക ചോദിച്ചില്ലത് മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നെറികെട്ട പാർട്ടി, അങ്ങനെ തന്നെ പറയും. ആ പാർട്ടി അതിന് പാര വെച്ച് ഇത് അതിനുശേഷം ഒപ്പിടാനേ കയറിയിട്ടുള്ളൂ. അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് വന്നിട്ടില്ല കുഞ്ഞാക്ക ഉൾപ്പെടെ. അത് ഞാൻ വേങ്ങര ഇലക്ഷന് 5-6 വർഷം മുമ്പ് അവിടെ മത്സരിച്ച് നിന്നപ്പോഴും ചെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, കുഞ്ഞാക്ക ഇത് നിങ്ങൾ ശരിക്കും വില കൊടുക്കുന്നു. വില കൊടുത്തില്ലടോ കുഞ്ഞാക്ക. 2 ടേമായിട്ട് 11 വർഷമായില്ലേ നിങ്ങൾ മന്ത്രിസഭത്തിൽ നിന്ന് പുറത്തു വെക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചോ? ഈ 40% മുസ്ലിങ്ങളിൽ അവർക്ക് പ്രത്യേക ഒരു താല്പര്യമില്ല മാത്രമല്ല, അങ്ങനെ ഒരു അറബിക് സർവകലാശാല അവിടെ വന്നാൽ അത് നേട്ടം കൊയ്യുന്നത് മുഴുവനും ഇവിടുത്തെ സവർണ ക്രിസ്ത്യാനി സവർണ ഹിന്ദുക്കളാണ്. 1000 ക്രിസ്ത്യാനിയാണ്. അത് കത്തോലിക്കല്ല, കത്തോലിക്ക ക്രിസ്ത്യൻ. കാരണം അവർക്കാണ് വിദേശങ്ങളിൽ ഉന്നത ജോലിയൊക്കെ ഉള്ളത്. ബാക്കി മുസ്ലിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രൈവർ അല്ലെങ്കിൽ പാട്ട കഴുകൽ ഹോട്ടൽ പഠിക്കുകയേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ടെങ്കിലും. അപ്പോൾ അവർക്ക് കിട്ടുന്ന അറബി സ്കൂൾ പഠിച്ചാൽ. എന്നിട്ട് പോലും ഈ ഉമ്മൻചാണ്ടിയും മാണിയും ഈ കള്ളന്മാരെന്ന് പറയും, കള്ളന്മാർ ഈ 40% പാസ്സാക്കി കളഞ്ഞ് അതിന് നെറികെട്ട് കൂട്ടുന്നത് ഈ കുഞ്ഞാക്കയുടെ ആൾക്കാരുമാണ്, ലീഗരുമാണ്. അപ്പോൾ വെള്ളം കുടിക്കാനുണ്ടോ? ഇനിയും വെള്ളം കുടിക്കും. ഞാൻ പറഞ്ഞു, കോൺഗ്രസ്സായിട്ട് പറഞ്ഞു, സതീഷ് ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണല്ലോ, നിങ്ങൾ വലിയ ദൈവമാണല്ലോ. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് മുസ്ലിം സമുദായത്തോട് ഒരു ക്ഷമാപണം, ഒരു തെറ്റ് പറ്റിയെന്ന് നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു. ചെയ്തിട്ടില്ല. ലീഗ് ഉൾപ്പെടെ ആരും വിടില്ല. എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷായും ഗ്രൂപ്പും ഇത്രയും സങ്കീർണമായ വിഷയത്തെക്കുറിച്ച് ഇത് ആധികാരികമായിട്ട് ഇത്രയും വ്യാകുലപ്പെട്ട് പറഞ്ഞത്? ക്രിസ്ത്യൻ സമുദായത്തിൽ വ്യാകുല മാതാവുണ്ട്, അതുപോലെ വ്യാകുലപ്പെട്ട് പറഞ്ഞതാ. അതിൽ സത്യമുണ്ട്. ജനങ്ങളുടെ മനസ്സ് ഞങ്ങൾക്കറിയാം. മാൻഡേറ്റ് അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഗ്രൂപ്പ് മനഃശാസ്ത്രജ്ഞന്മാരാണ്, ഞങ്ങൾ ഗ്രൂപ്പ് ശാസ്ത്രജ്ഞന്മാരാണ്, ഞങ്ങൾ ഗ്രൂപ്പ് ഫിലോസഫിസ്റ്റുകളാണ്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഗണിത ശാസ്ത്രജ്ഞന്മാർ കൂടിയാണ്. ജനങ്ങളുടെ മാൻഡേറ്റ് അങ്ങനെ അറിയാം, ഓരോരുത്തർ മനസ്സും അറിയാം. അതാണ് ക്ഷീണം പറ്റുന്ന UDF. പക്ഷേ കോൺഗ്രസ് ലീഗ് അനങ്ങിയില്ല. ഈ സമുദായത്തെ പണയപ്പെടുത്തി സമ്പാദിച്ചല്ലാതെ ഈ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അവർക്ക് ലീഗുകാർക്ക് നേതാക്കൾക്ക് കോളേജുണ്ടായി, സ്കൂളുണ്ടായി, സമ്പത്തുണ്ടായൊക്കെ ശരിയാണ്. കുഞ്ഞൊക്കെ സമ്പത്തുണ്ടാക്കി, കോടികളുണ്ടാക്കിയിട്ട് അത് വേറെ കാര്യം. സമുദായത്തെ എന്ത് ചെയ്തു? അതാണ് ഈ മുസ്ലിം ജാഥ. ഞാൻ ഒരിക്കൽ കണ്ട് ജാഥ TD റോഡ് വഴി ഒരു 2000 പേരായിട്ട് പോകുന്ന ജാഥ കണ്ട്. ഒക്കെ വളഞ്ഞൊത്തി തലയിൽ തൊപ്പിയാൽ ഒരു തലയിൽ കെട്ടി പോകുന്നതാവും. വളരെ പാവങ്ങളാ, നിരപരാധികളാ, അന്നന്ന് പണിയെടുത്ത് ജീവിക്കുക. ഈ അന്ധമായൊരു വിശ്വാസം, അല്ലോ തങ്ങളാണ് ദൈവമാണ് പഠിച്ചവനാണ് ഈ ലീഗ് ഇന്ന് സ്വർഗത്തിൽ പോകുന്ന പറയുമ്പോൾ കേട്ടുന്ന അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. ഇന്ന് മുഷാർ പറഞ്ഞില്ലേ, നിങ്ങൾ ലൈംഗിക സമയത്ത് 7 ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ അവലിയാക്കാരെ ഓർത്തു പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. കുഞ്ഞാക്ക് മനസ്സിലാക്കിയോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞാക്ക് ഉൾപ്പെടെ പറയാണ്, നിങ്ങൾ ഇനിയെങ്കിലും ഈ പാവപ്പെട്ട സമുദായത്തോട് കാണിച്ച അനീതിക്കെതിരെ, വഞ്ചനക്കെതിരെ, വൃത്തികേടിനെതിരെ കോൺഗ്രസ് നേതാക്കളും കുഞ്ഞാക്ക ഉൾപ്പെടെയുള്ള ടീമും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ക്ഷമയല്ല പറഞ്ഞത്. ഒരു പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് കാര്യം വീഴ്ച പറ്റിപ്പോയത് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ വൈരാഗ്യമൊന്നുമില്ല. മുസ്ലിം സമുദായത്തെ പ്രതി ഇത് അരാഷ്ട്രീയവാദികളാണ്. അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ലതേ, ലീഗോ കോൺഗ്രസ് ഒന്നുമില്ല. അത് സാധാരണ പണിയെടുത്ത് ജീവിക്കുന്നവരാ. അവർക്ക് അവരുടെ സമുദായത്തിൽ എന്തെങ്കിലും നേട്ടം കിട്ടുന്ന ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സമുദായത്തിനല്ലേ, അത് തെറ്റു പറയാൻ പറ്റുമോ?
അത് കുഞ്ഞാക്കയിൽ ഈ കാര്യം പറയുന്നില്ല. ഇപ്പോഴും എല്ലാം 110 സീറ്റ് കിട്ടും, ഭരിക്കും. ഇപ്പോഴും ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കുപ്പായ നുണ്ണിയിരിക്കാണ്. നടക്കൂലത്. നിങ്ങൾ കൊന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച അനീതിക്കെതിരെ ഒരു ക്ഷമാപണമല്ല, ഒരു തെറ്റ് പറ്റിയതൊരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സ് ഇപ്പോഴും വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ മനസ്സ് മാറിയതാണ്, എന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘപരിവാറിന് താല്പര്യം കാണിച്ചുകൊണ്ട് ആ ക്ഷീണമൊക്കെ മാറ്റി കോൺഗ്രസ് ആട്ടിയെന്ന് വെച്ചിരുന്നതാണ്. പക്ഷെ അതിലാണ് ചില മാറ്റം വന്നു. ഏറ്റവും മാറ്റം വന്നപ്പെട്ട കൊച്ചിയിലെ സ്കൂളിലെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി കോൺഗ്രസ് മാറ്റ വൃത്തികേടാണ്. പിന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുകയാണ്, എന്തിനാടോ മൊയ്തീൻ ഷാ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇവർക്ക് വോട്ട് ചെയ്യണം വീണ്ടും? ഇത്രയും വഞ്ചന ചെയ്തിട്ട് ഒരു വാക്ക് തെറ്റ് പറയാതെ പറ്റിയെന്ന് പറയാൻ പോലും അവർക്ക് തയ്യാറില്ലെങ്കിൽ എന്തിനാണ് വോട്ടിന്? ഇത് അവരൊന്നും നിങ്ങളൊന്നും പറയില്ല, അവർക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല, നിങ്ങളെക്കാട്ട് സംസാരിക്കണമല്ല ഇതില്ല. പക്ഷെ അവർ മനസ്സിലതുണ്ടാവും. അതൊരു പക പോലെ ആന തുമ്പിക്കയിൽ വെള്ളം കൊണ്ടുവന്ന് തയ്യൽക്കാൻ നനച്ച പോലെ പക വെച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരൊറ്റ കിട്ടും. മനസ്സിലായോ? നിങ്ങൾ മാത്രമല്ല ബുദ്ധിജീവികളും രാഷ്ട്രീയ പാരമ്പര്യമുള്ള പെരിയന്മാർ വയ്ക്കല്. നിങ്ങളും ഒപ്പം തന്നെ അല്ലെങ്കിലും നിങ്ങളെ പോലെ തന്നെ മനസ്സിലാക്കുന്ന കുറേ ആൾക്കാർ കേരളത്തിൽ പുറത്തുണ്ടോ, ഔട്ട് ഓഫ് ദി വേ എന്ന് പറയും, പുറത്തുണ്ട്. അവരൊക്കെ നിങ്ങൾ ആസാക്കി കളയരുത്. നിങ്ങൾക്ക് ലീഗുകാരെ ആസാക്കാം, കോൺഗ്രസ്സുകാരെ ആസാക്കാം. പക്ഷേ ഈ വിഭാഗത്തെ അവർ ബുദ്ധിജീവികളാണ്. അവർ മനസ്സ് പന്താടുന്ന ആൾക്കാരാ. അവിടുത്തെ അഭ്യാസം നടക്കില്ല. അവർക്ക് മര്യാദ പറയുക, ക്ഷമ പറയുക, സത്യം പറയാം. എന്ത് തെറ്റും ക്ഷമിക്കുവരും. ഇതാണ് കാര്യം. അപ്പോൾ സതീഷിൻ്റെ പേര് കിട്ടിയില്ലേ? സതീഷ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകണം. ഞങ്ങൾ ഇത്രയും പറഞ്ഞതാണ്. എനിക്ക് സതീഷ് വിരോധമൊന്നുമില്ല. സതീഷിനെ പക്ഷേ വളയില്ലാതെ ചാടിക്കഴിഞ്ഞു. വളയത്തിൽ കൂടി ചാടണ്ടേ? വളയില്ല ചാടിയിട്ട് ആ അൻവറിൻ്റെ കാര്യത്തിൽ കാണിച്ച വൃത്തികേട് ജനങ്ങളോട് വെറുത്തുപോയി. ഇപ്പം അടിപോയി അണ്ണാനെ പോലെ നിൽക്കുകയാണ്. കോൺഗ്രസ് പുറത്തു പോകാൻ സാധ്യതയാണ്. ഇനിയിപ്പോൾ CPM കൂടെ പോകാൻ സാധ്യതയുള്ളൂ, അല്ലാതെ മന്ത്രിയാകാനുള്ള സാധ്യതയൊന്നും ഇപ്പോൾ ഇനി ഉണ്ടാവില്ല. അത് തന്നെയല്ല, പഴയതുപോലെ കോൺഗ്രസ് നിന്നാൽ പറവൂർ സീറ്റിൽ കോൺഗ്രസ് അനുഭാവികൾ അത്ര അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യില്ല. അത്ര കണ്ട് ജനങ്ങൾ വെറുത്തുപോയി. അത് മനസ്സിലാക്കാൻ സതീശൻ സാറിന് മനസ്സിലായ എന്തോ ഒന്ന് അങ്ങോട്ട് വന്നപ്പോഴേക്കും എല്ലാം എൻ്റെ കൂതിയിലാണ്, എൻ്റെ കയ്യിലാണ്, ഞാൻ തന്നെ രാജ്യം, ഞാൻ തന്നെ കോൺഗ്രസ് എന്ത് നോക്കി. അങ്ങനെ ആരും ചിന്തിക്കണ്ട. എടോ സതീശൻ നിങ്ങളെക്കാളൊക്കെ വലിയവനായിരുന്നൊക്കെ പറഞ്ഞാൽ കരുണാകരനും ആന്റണിയും അല്ല ആന്റണി വിട്ടുക ഉമ്മൻചാണ്ടിയും അവരെ മുകളിലൊന്നുമല്ല. നിങ്ങൾ രമേശ് ഇപ്പം മോളെ പറയാം, അവരും ഇത്രയൊന്നും അഹങ്കാരം അല്ലെങ്കിൽ കാണിച്ചില്ല. അവരവരുടെ കായകൾ നിർത്തി അവർ ഗ്രൂപ്പിൽ വളർത്തിയെന്നല്ലാതെ ഇത്ര കാണിച്ചു. ഇത് നിങ്ങൾ ധിക്കാറിൽ കാണിച്ചു. അൻവറിൻ്റെ കേസ് എടുത്താൽ മതി, ബാക്കി അതിനൊക്കെ അവിടെ. അതുകൊണ്ട് ഉപ്പൊന്ന് വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.